ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ സത്യങ്ങളും നമുക്ക് വിളിച്ചു പറയാൻ കഴിയണം. ഭിന്ന സ്വരമുള്ള സത്യങ്ങൾ, വിവിധ അഭിപ്രായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ കഴിയണം. ആശയങ്ങൾ തമ്മിൽ സംഘടന ഉണ്ടാവണം. ഏറ്റുമുട്ടുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് അഗ്നി ചേർന്നുമ്പോഴാണ് അഭിപ്രായങ്ങൾക്ക്, ആശയങ്ങൾക്ക് കൂടുതൽ തിളക്കമുള്ളത് എന്ന് ഞങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ നിരവധി സമരങ്ങളിലെ മുന്നണി പോരാളിയായിരുന്ന സുരാജ് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാൻ, SFI മലപ്പുറം ജില്ലാ സെക്രട്ടറി, SFI സംസ്ഥാന സെക്രട്ടറി, DYFI സംസ്ഥാന പ്രസിഡന്റ്, DYFI സംസ്ഥാന സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഇത് DYFIയുടെ മാത്രം പ്രതിഷേധമല്ല. നമ്മുടെയൊക്കെ സമ്പത്തർത്ത് വാങ്ങിയതല്ലേ ബാരിക്കേഡ്. ആ ബാരിക്കേഡ് ചിലപ്പോ പിടിക്കും, ചിലപ്പോ മറിച്ച് താഴെയിടും. ഈ സന്നാഹങ്ങളിൽ ഒരു പൊന്നുമോനെയും കണ്ടില്ലല്ലോ. MLA ഹോസ്റ്റലിനകത്ത് 10 ദിവസം ഒരു പീഡന കേസിലെ പ്രതി, ഒരു പെൺവാണിഭ കേസിലെ പ്രതി വന്ന് താമസിച്ചപ്പോ നീയൊക്കെ സല്യൂട്ട് ചെയ്ത് നിക്കല്ലടോ ചെയ്തത്? എവിടെയായിരുന്നു അജിതാബീഗം? നീ എവിടെയായിരുന്നോ SI? നീ ആരെയും കണ്ടിട്ടില്ലല്ലോ. M. സുരാജ് 2015 മുതൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. വർഗീയവാദികളുടെയും വലത് പിന്തിരിപ്പന്മാരുടെയും മുന്നിൽ മുട്ടുമടക്കാതെ ഇടതുപക്ഷ രാഷ്ട്രീയ വഴികളിൽ യൗവനത്തെ കരുത്തോടെ മുന്നോട്ട് നയിച്ച വിപ്ലവകാരി. മനുഷ്യരെ പണം കൊടുത്തു വാങ്ങുന്ന ജനപ്രതിനിധികളെ പണം കൊടുത്തു വാങ്ങുന്ന അധാർമികതയുടെ പേരായി BJP മാറി. അതിൽ സംശയമില്ല. നോട്ടുകെട്ടുകൾ കാണുമ്പോ സ്വയം വിൽക്കാൻ ഒരു മടിയുമില്ലാത്ത എരപ്പാളികളുടെ കൂട്ടമായി ദേശീയ തലത്തിൽ കോൺഗ്രസ് മാറി. ആത്മാഭിമാനമുള്ള ഒറ്റൊരുത്തരുണ്ടോ കോൺഗ്രസിൽ? കാശ് കാണുമ്പോ കവിഴ്ന്നടിച്ച് വീഴുകയല്ലേ? CPIMന്റെ ഒരു പാർട്ടി അനുഭാവിയെ വിലക്ക് വാങ്ങാൻ എത്ര കോടി കൊടുത്താലും ഇവർക്ക് സാധിക്കുമോ? അഭിനവ കപട രാഷ്ട്രീയ നിരീക്ഷകരുടെയും ചർച്ചാ തൊഴിലാളികളുടെയും പേടി സ്വപ്നം. എന്റെ നാട്ടിൽ ഉപ്പുകുളം എന്ന സ്ഥലത്ത് ഒരു ശാഖയിൽ ഞാൻ പോയിട്ടുണ്ടെന്ന്. മര്യാദ വേണ്ടേ ഒരു ചർച്ചയിൽ വ്യക്തിപരമായ ഒരു കാര്യം പറയുമ്പോൾ? ഞാൻ നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ ഒരു ആക്ഷേപം പറയുന്നുണ്ടെങ്കിൽ എനിക്കത് പൂർണ്ണ ബോധ്യം വേണ്ട. എന്നിട്ട് പറയാണോ? ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ശരിയാണോ എന്നറിയില്ല, പിന്നെ പറയാൻ പാടുള്ളൂ. ഇനി ഏത് കുളമായാലും വേണ്ടില്ല, ഉപ്പായാലും വേണ്ടില്ല. എന്റെ ജീവിതകാലത്തിനിടയിൽ ഈ ചാണകക്കുഴിയുടെ പരിസരത്തോട് പോലും പോകാനുള്ള ഇട വന്നിട്ടില്ല. അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടുമില്ല. നേര് തുറന്നു കാണിക്കാനും സത്യത്തെ ചേർത്ത് പിടിക്കാനും ചങ്കൂറ്റം കാണിക്കുന്ന മനുഷ്യസ്നേഹി. നിലപാടുകളിലെ നിഷ്കർഷയും അഭിപ്രായ പ്രകടനങ്ങളിലെ വ്യക്തതയും കൊണ്ട് എതിരാളികൾക്ക് പോലും അഭിമതൻ. ഒരു കാലഘട്ടത്തിലെ ചെറുത്തുനിൽപ്പിന്റെ മറുപേര് സഖാവ് M. സുരാജ്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഏറ്റുപറയാനും ഒരു മടിയുമില്ലാത്ത ആളാണ് ഞാൻ. എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം